So hi everyone, welcome to my YouTube channel My Ramblings by Reshma. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്ക് വളരെ സ്പെഷ്യൽ ഒരു ഡേ ആണ് കേട്ടോ ഇന്ന്. പിന്നെ അതുമല്ല ഹായ് ഓക്കെ അപ്പം ഇറ്റ്സ് ബിൻ സോ ലോങ്. ഞാനൊരു ഒരു വീഡിയോ ആണെങ്കിലും ഒരു ഷോർട്സ് ആണെങ്കിലും ഞാൻ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ആയി. ബിക്കോസ് ഐ വാസ് ബിസി. ഞങ്ങൾ ആ ഫ്ലാറ്റിൽ നിന്ന് മൂവ് ചെയ്തു. പിന്നെ വർക്കിലാണെങ്കിലും കുറേ ബിസി ആയിരുന്നു. ആൻഡ് വീക്കെൻഡ്സ് ആണെങ്കിലും ഭയങ്കര ബിസി ആയിട്ടുള്ള കുറച്ച് ഡേയ്സാണ് കടന്നു പോയത്. അപ്പോൾ ഇന്നിപ്പോൾ ബിസി അല്ല എന്നല്ല, ബട്ട് ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ട് ഇന്ന്. അപ്പോൾ അത് ഐ തോട്ട് ഓഫ് ലൈക്ക് അതൊരു മെമ്പർ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ഞാൻ ഭയങ്കര സ്പീഡിലാണ് വർത്തമാനം പറയുന്നത്. ബിക്കോസ് ഞാൻ ഓൾറെഡി ലേറ്റാണ് കേട്ടോ, നല്ല ലേറ്റാണ്. ഞാൻ അവിടെ എത്താം എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ് ഇറ്റ്സ് ബീൻ 30 minutes. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് ഇന്നിപ്പോൾ എണീറ്റപ്പോൾ ലേറ്റായി പോയി. ഇന്നലെ രാത്രിയൊക്കെ ഋതുവിനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോർണിംഗ് ആണ് ഋതു ആണെങ്കിലും ഞാനാണെങ്കിലും ഒന്ന് ഉറങ്ങിയത്. ബട്ട് ഹസ്ബൻഡ് അത് വേറെ സർപ്രൈസാണ്. ഹസ്ബൻഡ് ഇപ്പോൾ പുറത്തു പോയേക്കാണ്, അത് വേറൊരു കാര്യം. അതും ഞങ്ങൾ സൂൺ ലെറ്റ് സീ, നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ വളകാപ്പാണ്. അപ്പോൾ ചേച്ചി ക്യാരിങ് ആണ് രണ്ടാമത്തെ കുട്ടി. ആദ്യത്തെ കുട്ടി മാഷു. എൻ്റെ യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം മാഷുവിനെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ, അതായത് മാഷുവിൻ്റെ ആ വളകാപ്പിന് എനിക്ക് ഉണ്ടാവാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ഐ തിങ്ക് ഒരു ഫ്യൂ മന്ത്സ് 2-3 months എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വളകാപ്പ് നടത്തിയ സമയത്ത്. അപ്പോൾ 2-3 months ഇല്ലായിരുന്നു, 1 month or 2 month ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ആ സമയത്ത് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കതിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, പങ്കെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഫോട്ടോസ് വീഡിയോസൊക്കെ അവൾ അയക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഐ ആം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് വളകാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഞാൻ ഒന്നും എഴുന്നേറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ ഞാൻ ഇതും. അപ്പോൾ ഇനി കുളിക്കണം. പിന്നെ ഞാൻ എൻ്റെ സാരിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. ഇവിടെ നിന്ന് സാരി എടുത്തിട്ട് പോകുന്നില്ല, വീട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ സാരി കൊടുത്തൊന്ന് സെറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ചേച്ചിയും ഞാനും ഒരുമിച്ച് റെഡിയാവാന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബിക്കോസ് അവൾ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 9 മണിയാകുമ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞത്. ബട്ട് ഇപ്പോൾ സമയം നോക്കുമ്പോൾ 9:30-9:45 എന്തോ ആയിട്ടുണ്ട്. ബട്ട് ഓക്കെ, ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഹസ്ബൻഡ് ഓൺ ദ വേ ആണ്. അപ്പോൾ ഏട്ടനോട് വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ചടപടയിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു വെൽക്കം ടു മൈ ചേച്ചീസ് വളകാപ്പ് വീഡിയോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ പെട്ടെന്ന് കുളിച്ച് ഇറങ്ങി. മേക്കപ്പും കാരണം ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു സ്കിൻ കെയർ മാത്രം ചെയ്തിട്ട് അവൾ ഇറങ്ങണം കേട്ടോ. വീട്ടിൽ പോയിട്ട് ബാക്കി റെഡി ആവാനായിട്ട്. ഋതു ബേബി സെറ്റാണ്. ബേബി ഷിറ്റാണല്ലേ ഋതു ബേബി. ലാസ്റ്റ് ഞങ്ങൾ 11 മണിയായപ്പോൾ എത്തി ഗൈസ്. നിങ്ങൾ മാഷുദി ഇത് റെഡിയായി. ഇത് രണ്ടും ഇറക്കാനോ കയറ്റാൻ എന്തെങ്കിലും ചെയ്യണോ? ഫിറ്റ് ആക്കിക്കേ. ഓക്കെ, ഫിറ്റ് ഹായ് താഴെ പോവാം. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ചേച്ചിയുടെ വീഡിയോ എടുത്തിട്ടില്ല, ചേച്ചിയുടെ വീഡിയോ എടുക്കാം. ഞാൻ അതുപോലെ സെറ്റാക്കാൻ നിൽക്കുമായിരുന്നു. ഓക്കെ, ഹായ് 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 മമ്മി. മാഷുദി ഇത് ശുങ്കനായി. കുഞ്ഞാച്ചൻ, അച്ചു ചേച്ചി, ചിറ്റ,
ജിലേബി എന്തൊക്കെയാണ് മാഷ് Yes, okay. ചിറ്റ കുഞ്ഞാച്ച ചിറ്റ കുഞ്ഞാച്ച മേമയും പാപ്പനും കത്തിക്ക് രണ്ടുപേരും കത്തിക്ക് മാഷ പിടിച്ചോ ഓക്കെ മാഷ് വളയത്ത് കൊടുത്തു മമ്മയ്ക്ക്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് ഗൈസ്. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല ഒരു ഡെക്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി എവിടെ നിന്നാണ് ആരാണ് കുക്ക് ചെയ്തത് എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സൂൺ. ഈ വീക്കിൽ ആ വീഡിയോ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ബിരിയാണിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഋതുവിനെ ഒന്ന് ഉറക്കി. അപ്പോൾ ഇന്നിനി പോളിയോ കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇനി 2 കുട്ടികളെ കൊണ്ട് പോളിയോ കൊടുക്കാനൊക്കെ പോകണം. അപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ആയിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. എനിക്ക് എൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി എൻ്റെ വളകാപ്പിൻ്റെ സാരിയാണ് കേട്ടോ. എൻ്റെ വളകാപ്പിന് ഞാനിട്ട സാരി വളകാപ്പ് ഒരു ഫംഗ്ഷനായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ സാരിയാണ്. പിന്നെ പെട്ടെന്നുള്ളൊരു റെഡി ആവലൊക്കെ ആയിരുന്നു. ഞാൻ രാവിലത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ലേറ്റായി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ.
ഞാൻ എന്നെ തന്നെ അഡോർ ചെയ്യാണ്ട് ഗൈസ്. എല്ലാവരും സ്വയം ഇഷ്ടപ്പെടുക, സ്വയം ലൈക്ക് എന്താ പറയുക, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത്. അതുപോലെ സെൽഫ് ലവ്, സ്വന്തം നമ്മളൊന്ന് ഒരുങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ തന്നെ കാണാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ എന്താണെന്നുള്ളതൊന്നും പ്ലാൻ ഇല്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ആ ഒരു ഞങ്ങളുടെ ഇപ്പോൾ ഞാൻ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഇനി മാക്സിമം യൂട്യൂബിലും കാര്യത്തിലൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാനുണ്ട് പ്ലാൻ. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, വാട്ട് എവർ യു ക്യാൻ ഡു ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.